സങ്കീർത്തകൻ 119 130 പ്രകാരം പറയുന്നു, കർത്താവേ, അങ്ങയുടെ വചനങ്ങളുടെ ചുള്ളഴിയുമ്പോൾ പ്രകാശം പരക്കുന്നു, എളിയവർക്ക് അത് അറിവ് നൽകുന്നു. ഈ സമയങ്ങളിൽ കർത്താവിൻ്റെ വചനം നമ്മോട് പങ്കുവെക്കുന്നത് ഷാലോം മീഡിയ അമേരിക്കയുടെ സ്പിരിച്വൽ ഡയറക്ടറും പ്രസിദ്ധ സുവിശേഷകനുമായ ഫാദർ റോയ് പാലാട്ടി അച്ഛനാണ്. കരങ്ങളടിച്ച് ഏറെ സ്നേഹത്തോടെ അച്ഛനെ ഈ വചനവേദിയിലേക്ക് നമുക്ക് സ്വാഗതം ചെയ്യും. ഒരു നിമിഷം കൂടി നമുക്കൊന്ന് പ്രാർത്ഥിച്ച് വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കണ്ണുകളടച്ച് കർത്താവിൻ്റെ വിശുദ്ധവും അനുഗ്രഹീതവുമായ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ സ്വർഗത്തിലെ ഞങ്ങളുടെ പിതാവേ, 7 വൻ കരകളിലായിരുന്നു കൊണ്ട് ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന 10,000-കണക്കിന് ദൈവമക്കളെ ഈ സമൂഹത്തോട് ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളിലായിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നവരുണ്ട്. സുവിശേഷ ശുശ്രൂഷ നിഷേധിക്കപ്പെട്ടതുകൊണ്ട് വ്യത്യസ്തമായ മാധ്യമങ്ങളിലൂടെ ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന അറേബ്യൻ രാജ്യങ്ങളിലെ ദൈവജനത്തെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. വാഹനയാത്രയിലായിരിക്കുമ്പോഴും മരണകരമായ ജീവിതത്തിലെ പ്രതിസന്ധികൾക്കിടയിലും ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന ദൈവമക്കളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. പിതാവേ, സ്വർഗത്തിലെ ഞങ്ങളുടെ പിതാവേ, നിന്റെ കരുണയുടെ അത്ഭുതകരമായ സാന്നിധ്യം കൊണ്ടുവരുന്ന മണിക്കൂറുകളാക്കി ഇതിനെ മാറ്റുന്നതിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഒരു പക്ഷേ ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന വ്യക്തി ഒരു കിടപ്പ് രോഗിയായിരിക്കാം, പരാജയപ്പെട്ട തലതാഴ്ത്തി നിൽക്കുന്ന വ്യക്തിയായിരിക്കാം, വൈദ്യശാസ്ത്രം ഉപേക്ഷിച്ച് കളഞ്ഞതുകൊണ്ട് ദുഃഖിക്കുന്ന വ്യക്തിയായിരിക്കാം. നിങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുന്നു. മെക്സിക്കോ പോലുള്ള രാജ്യങ്ങളിൽ കഴിയുന്നൊരു വ്യക്തിയായിരിക്കാം നീ, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ വസിക്കുന്ന വ്യക്തിയായിരിക്കാം, ഏഷ്യൻ രാജ്യങ്ങളിൽ കഴിയുന്ന വ്യക്തിയായിരിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിന്നെ തേടി വരുന്നു. ഓ പാവനാത്മാവേ, സ്നേഹത്തോടെ നീ ഞങ്ങളിലേക്ക് പ്രവേശിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന സകല ദൈവജനവും ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥിക്കട്ടെ. കർത്താവേ, അവിടുന്ന് വിജയം നൽകുന്ന യോദ്ധാവായി ഈ മണിക്കൂറിൽ നീ ഞങ്ങളെ സന്ദർശിക്കണമേ. തിരുവചനത്താൽ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ ആശ്വസിപ്പിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പാവനാത്മാവേ, എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ എൻ്റെ ഹൃദയത്തിൽ. ഓ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ, നിന്നെ ഞങ്ങൾ ഞങ്ങളുടെ സമീപത്തേക്ക് സ്വാഗതം ചെയ്യുന്നു. വഴിയാത്രക്കാർ ഈ ദൈവവചന ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നുണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ഈ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ICU യൂണിറ്റിൽ കഴിയുന്ന ദൈവമക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കുപറ്റുമ്പോൾ അവരെ ഞങ്ങൾ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു. രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കം ഒളിച്ചുകൊണ്ടും ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നതിന്റെ ദൈവജനത്തെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് കഴിയുന്ന കുഞ്ഞുങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. ഓട്ടിസം പോലുള്ള രോഗം ബാധിച്ചതുകൊണ്ട് തകർച്ചയുടെ വക്കിൽ കഴിയുന്ന കുടുംബങ്ങളെ ഈ അനുഗ്രഹീതമായ സമയത്ത് ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നു. ഓ പാവനാത്മാവേ, നിന്റെ സ്നേഹത്താലും നിന്റെ ചൈതന്യത്താലും നിന്റെ ജനത്തെ നിറയ്ക്കാൻ നീ ഒരിക്കൽ കൂടി ഞങ്ങളെ സന്ദർശിക്കണമേ. പാവനാത്മാവേ, എൻ ജീവദായകനേ, ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ ഈ സമൂഹത്തിൽ. വലതുകരം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പ്രഖ്യാപിക്കാം. ഇറങ്ങി നീവാ, നിറഞ്ഞു നീവാ ഈ സമൂഹത്തിൽ.
പ്രൈസ് ദി ലോർഡ്. വലതുകരം ഉയർത്തിപ്പിടിച്ച് പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് ജോബിൻ്റെ പുസ്തകം 40-ാമത്തെ അധ്യായം 19-ാമത്തെ തിരുവചനമാണ്. വചനം ഇങ്ങനെയാണ് പറയുന്നത്: മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ്, അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ. മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ്, അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ. മാനുഷികമായ ദൃഷ്ടിയിൽ നോക്കിയാൽ ഏറ്റവും അധികം തോറ്റുപോയ ജോബ് എന്ന് പറയുന്ന സഹനദാസന്റെ പുസ്തകത്തിലാണ് ഈ ഭാഗം രേഖപ്പെടുത്തിയിരിക്കുന്നത്. സഹോദരങ്ങളെ, ലോകം തകർച്ചയിൽ കഴിയുന്ന ഒരു കുടുംബത്തോടും വേദനയിൽ കഴിയുന്ന ഒരു വ്യക്തിയോടും നിരന്തരം പറയുന്ന കാര്യം ഇതാണ്: നീ ഒരു പരാജയമാണ് എന്ന്, നീ ഒരു തോൽവിയാണ്, നീ ഒരു നഷ്ടമാണ്, നിനക്കൊരിക്കലും വിജയിക്കുക സാധ്യമല്ല. എന്നാൽ കർത്താവായ യേശു നമ്മളെ നോക്കിക്കൊണ്ട് പറയും: നീ ഒരു വിജയമാണ്. വിജയിക്കാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഈ ഭൂമിയിലേക്ക് ഞാൻ അയച്ചത്. എത്ര കണ്ട് പ്രതിസന്ധികൾ നിനക്കുണ്ടെങ്കിലും നീ പരാജയപ്പെടുകയില്ല. നിന്റെ സമീപത്ത് വിജയം കാത്തു നിൽക്കുന്നുണ്ട്. ഒരു കരം ഉയർത്തി എന്ന് പറഞ്ഞ് എല്ലാവരും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, വിജയിക്കാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. ഈ ദൈവ ശുശ്രൂഷയിൽ നിന്ന് പങ്കുപറ്റുന്ന 10,000-കണക്കിന് ദൈവമക്കൾ ഒന്നടങ്കം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് പറയണം: ഞങ്ങൾ ഒരു പരാജയമല്ല, ഞങ്ങളൊരു വിജയമാണ്. സഹോദരങ്ങളെ, പലരാലും പരാജിതമാകുവാൻ പലരും ഏതാനും കാലത്തേക്കെങ്കിലും വിധിക്കപ്പെടുന്നുണ്ട്. ഞാൻ ഓർക്കുന്നു, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് ഒരു പുതിയ പള്ളിയിൽ ചാർജ് കിട്ടിയ ഒരു പുതിയ അച്ഛൻ പട്ടം കിട്ടി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് പുതിയ ചാർജ് എടുക്കുകയാണ് പുതിയ ദേവാലയത്തിൽ. അദ്ദേഹം ചാർജ് എടുത്ത് അദ്ദേഹത്തിൻ്റെ പ്രഥമ പ്രഭാഷണം, ആദ്യത്തെ പ്രസംഗം ആരംഭിച്ചത് ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞു: സഹോദരങ്ങളെ, ഇതെൻ്റെ ആദ്യ പ്രഭാഷണമാണ്, ഇടവക ജനത്തോടുള്ള എൻ്റെ ആദ്യത്തെ പ്രഭാഷണം. എനിക്ക് ഒരു കൊച്ചു കഥ, അതും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥ നിങ്ങളോട് പറയാനുണ്ട്. എന്നിട്ട് അദ്ദേഹം കഥ പറഞ്ഞു തുടങ്ങി. വർഷങ്ങൾക്ക് മുമ്പ്, 10-12 വർഷങ്ങൾക്ക് മുമ്പ്, അടിയാന്മാരും കുടിയാന്മാരുമുള്ള കാലം. ഈ കാലയളവിൽ വലിയ ഒരു ഭൂ ഉടമയുടെ കീഴിൽ ഒട്ടേറെ പേര് സാധാരണമായ ജോലി ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു കൊച്ചു കുടിലിൽ ഒരു മാതാവും ഒരു പിതാവും 2 മക്കളും, ഒരാൺമകൻ, മറ്റൊന്ന് പെൺകുട്ടി. ആൺകുട്ടി 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു, പെൺകുട്ടി 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവർ ഇങ്ങനെ വലിയ ഭൂ ഉടമയുടെ വീട്ടിൽ ജോലിയെല്ലാം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്നതിൻ്റെ ഇടയിൽ പെട്ടെന്നിതാ ഒരു ദിവസം അറിയുന്നു, ജീവിത പങ്കാളി, കുഞ്ഞുങ്ങളുടെ അപ്പൻ പുറത്ത് എന്തോ ഒരു ആവശ്യത്തിന് പോയി കഴിഞ്ഞപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടാവുകയും വളരെ പെട്ടെന്ന് അദ്ദേഹം ആ സ്പോട്ടിൽ വെച്ച് തന്നെ മരിച്ചു പോവുകയും ചെയ്തു. ഈ കുടുംബത്തിന് താങ്ങാൻ പറ്റാത്ത ദുഃഖമായിരുന്നു അത്. അവർ ഏറെ വിഷമിച്ചത് മരണം കൊണ്ട് മാത്രമല്ല, മരണശേഷമാണ് ഇവരറിയുന്നത് വലിയ ഒരു സാമ്പത്തിക ബാധ്യത വിധവയായ ഈ സ്ത്രീയുടെ ശരീരത്തിലും 2 കുഞ്ഞുങ്ങളുടെ ദേഹത്തും ബാധ്യതയായി വെച്ചു കൊടുത്തുകൊണ്ടാണ് ആ കാരണവർ ആ കുടുംബത്തെ വിട്ടു പോകുന്നത് എന്നുള്ളത് പിന്നീടാണ് ഇവർ അറിയുന്നത്. സഹോദരങ്ങളെ, നാളുകൾ കഴിഞ്ഞപ്പോൾ കടക്കാരായ മനുഷ്യർ, കടം കൊടുത്ത ആളുകൾ മാറി മാറി വന്ന് ചോദിക്കാൻ തുടങ്ങി: കടം തരണം, ഇത്ര പൈസ മേടിച്ചിട്ടുണ്ട്, ഇത്ര നാളിനുള്ളിൽ തന്നില്ലെങ്കിൽ ഞങ്ങൾ എന്തെങ്കിലും കാര്യമായ സ്റ്റെപ്പുകൾ എടുക്കും. ആ വിധവയായ പാവപ്പെട്ട സ്ത്രീ പറഞ്ഞു: എൻ്റെ പൊന്നു സഹോദരങ്ങളെ, എൻ്റെ ജീവിത പങ്കാളി ഇത്രയധികം പൈസ വാങ്ങിച്ചു എന്ന് ഞാൻ ഒരിക്കലും കരുതിയിട്ടുണ്ടായിരുന്നില്ല. അദ്ദേഹം ഇത്രയധികം കടം വാങ്ങിച്ച കാര്യം എന്നോടോ എൻ്റെ മക്കളോടോ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇപ്പോഴാണ് അറിയുന്നത്. ദയവ് ചെയ്ത് ഒരു 3 വർഷത്തേക്ക് ഒരു ഇളവ് തരണം. 3 വർഷം കഴിയുമ്പോൾ
ഞങ്ങൾ പലിശ കൂട്ടി എല്ലാം മടക്കി തന്നുകൊള്ളാം. ഞങ്ങളുടെ മക്കൾ, ഇപ്പോൾ എൻ്റെ മകൻ പഠിക്കുന്നത് 8ാം ക്ലാസ്സിലാണ്, മകൾ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലും. അവർ 10ാം ക്ലാസ് പൂർത്തിയായി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരെ ഏതെങ്കിലും ഒരു കൂലിപ്പണിക്ക് വിട്ടാണെങ്കിൽ കൂടിയും നിങ്ങളുടെ കടം ഞങ്ങൾ വീട്ടിക്കൊള്ളാം. സഹോദരങ്ങളെ, കടക്കാർ ഒന്നിന് പുറകെ ഒന്നായിട്ട് മാറി മാറി വരാൻ തുടങ്ങി. ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ കടക്കാരുടെ കൂട്ടത്തിൽ ഒരു പറ്റം ആളുകൾ വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് കടം ഈ ദിവസങ്ങളിൽ മടക്കി തരുവാൻ സാധ്യമല്ലെങ്കിൽ, പൈസ നിങ്ങൾക്ക് മടക്കി തരുവാൻ സാധ്യമല്ലെങ്കിൽ നീ ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നാൽ മതി എന്ന് പറഞ്ഞു ആ വിധവയായ സ്ത്രീയോട്. സ്വന്തം മാനത്തിന് പോലും ഭംഗം വരുന്ന വിധത്തിലുള്ള വാക്കുകളാണല്ലോ ഈ മനുഷ്യർ പറഞ്ഞത് എന്നോർത്ത് ഈ സ്ത്രീ അന്ന് രാത്രിയിൽ ഏറെ വേദനിച്ചു. അന്ന് വൈകുന്നേരമായപ്പോൾ ഈ സ്ത്രീ 2 മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, ഇന്ന് രാത്രിയിൽ നമുക്ക് കാര്യമായൊരു ഭക്ഷണം കഴിക്കണം, കാര്യമായൊരു ഡിന്നർ കഴിക്കണം. അപ്പോൾ മക്കൾ ചോദിച്ചു, അമ്മേ, നമ്മുടെ കയ്യിൽ കടം മേടിച്ച കാശ് കൊടുക്കാനുള്ള പൈസ പോലുമില്ല. കടം മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ നമുക്കില്ലാതെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഇത് മുഴുവൻ വീട്ടിൽ തീർക്കുന്നത്? ഇത് എങ്ങനെയാണ് നമുക്കൊരു ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് ആഘോഷമായി വാങ്ങി കഴിക്കാൻ കഴിയുന്നത്? അപ്പോൾ അമ്മ പറഞ്ഞു, അല്ല മക്കളെ, വല്ല കാലത്തും നല്ല ഭക്ഷണം കഴിക്കുന്നത് നല്ലതാണ്. അങ്ങനെ വീട്ടിൽ പായസമുണ്ടാക്കി പുറത്തുനിന്ന് കാര്യമായ ചിക്കൻ ബിരിയാണി എല്ലാം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. കുടുംബ പ്രാർത്ഥന ചൊല്ലി തിരുഹൃദയത്തിന് വണക്കം പറഞ്ഞ് ഇതാ അവർ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഭക്ഷണം ബിരിയാണി എല്ലാം കഴിഞ്ഞ് അടുത്തത് ഇതാ പായസം കൊടുക്കേണ്ട സമയമാണ്. പായസം കൊടുക്കേണ്ട സമയമായപ്പോഴത്തേനും തൊട്ടടുത്ത ഇതുപോലെ തന്നെ ഒരു വയലിന് സമീപത്ത് ഒരു കുടിലിൽ കഴിയുന്ന വീട്ടിൽ നിന്നും ആ കുടിലിൽ നിന്നും ഒരു റേഡിയോ ഗാനം ഇവരുടെ ചെവികളിൽ ഇരച്ചിറങ്ങി. ആ ഗാനത്തിൻ്റെ ഈരടികൾ ഇങ്ങനെയായിരുന്നു: പ്രത്യാശ തരുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ട്. ലോകം നിങ്ങളെ പരാജയമെന്ന് പറഞ്ഞാലും ദൈവം വിജയാളിയാണ്. വിജയാളിയായ ദൈവം നിങ്ങളുടെ കുടുംബത്തെയും സന്ദർശിക്കുക തന്നെ ചെയ്യും. ഈ വരികളാണ് ആവർത്തിച്ച് ഇവരുടെ കാതുകളിലേക്ക് ഇരച്ചു വരുന്നത്. പെട്ടെന്ന് പായസം കുടിക്കാൻ തയ്യാറായിട്ട് നിൽക്കുന്ന മക്കളുടെ മുമ്പിൽ നിന്ന് ആ പായസ പാത്രങ്ങൾ ഈ അമ്മ തട്ടിക്കളഞ്ഞുകൊണ്ട് മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, സത്യത്തിൽ ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടായിരുന്നു. കടക്കാരായ മനുഷ്യര് എൻ്റെ മാനത്തിന് പോലും ഭംഗം വരുന്ന വിധത്തിൽ ഇങ്ങനെ വീട്ടിൽ കയറി ഇറങ്ങി ഒട്ടേറെ കാര്യങ്ങൾ പറയുന്നത് കൊണ്ടാണ് നമ്മുടെ ജീവിതം അവസാനിപ്പിച്ച് കളയാമെന്ന് നമ്മൾ കരുതിയത്. മക്കളെന്നോട് പൊറുക്കണം എന്ന് പറഞ്ഞു. ഈ കൊച്ചച്ഛൻ ഈ കഥ ഇത്ര പറഞ്ഞുകൊണ്ട് പറഞ്ഞു. ഏതാനും വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ 9 വയസ്സ് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ പെൺകുട്ടി 2 വർഷം കൂടി പഠിച്ചു. പഠനം പൂർത്തിയായി കഴിഞ്ഞപ്പോൾ അവൾ ഒരു കോൺവെന്റിൽ ചേർന്നു. അവളൊരു കന്യാസ്ത്രീയായി. ആ കന്യാസ്ത്രീയാണ് ഈ ഇടവകയുടെ തൊട്ട് സമീപത്ത്, ഈ ഇടവക പള്ളിയുടെ തൊട്ട് സമീപത്തുള്ള മഠത്തിലെ മദർ എന്ന് പറഞ്ഞു. എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അന്ന് 8ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ആ കൊച്ചു കൗമാരക്കാരൻ 2 വർഷം കൂടി പഠനം പൂർത്തിയാക്കി. അവൻ സെമിനാരിയിൽ ചേർന്നു. ആ സെമിനാരിയിൽ ചേർന്ന് ആ യുവാവ് തൻ്റെ 9 വർഷത്തെ പഠനം പൂർത്തിയാക്കിയ വൈദികനായി. അദ്ദേഹം ഈ അടുത്തിടെ പട്ടം സ്വീകരിച്ചു. ആ പട്ടം സ്വീകരിച്ച ആ ചെറുപ്പക്കാരനായ വൈദികനാണ് നിങ്ങളുടെ മുമ്പിൽ ബലിയർപ്പിക്കുന്ന ഞാൻ എന്ന് പറഞ്ഞ് അദ്ദേഹം പരിചയപ്പെടുത്തി. എന്നിട്ട് അദ്ദേഹം തൻ്റെ ദൈവജനത്തോട് ഇങ്ങനെ പറഞ്ഞു, ലോകം നിങ്ങളെ പരാജയമെന്ന് പറഞ്ഞേക്കാം, ലോകം നിങ്ങൾ നഷ്ടമാണെന്ന് പറഞ്ഞേക്കാം, ലോകം നിങ്ങൾ ധൂർത്താണെന്ന് പറഞ്ഞേക്കാം, ലോകം നിങ്ങൾ തീർന്നുപോയി എന്ന് പറഞ്ഞേക്കാം, എങ്കിലും ദൈവം നിങ്ങളോട് പറയും, നിങ്ങൾ വിജയാളിയാണ്, നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ഒരു കരമുയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, പലരാലും പരാജയപ്പെടുവാൻ വിധിക്കപ്പെടുന്ന ധാരാളം പേര് ലോകത്തിൻ്റെ വ്യത്യസ്തമായ കോണുകളിൽ ഇന്ന് ഈ ദൈവത്തിൻ്റെ വചന ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നുണ്ട്. ചിലരെങ്കിലും പരാജയപ്പെടാനുള്ള കാരണം അവർ മനുഷ്യരെ കൊണ്ട് തന്നെ പരാജയപ്പെടുകയാണ്. ഒരുപക്ഷെ രക്തബന്ധത്തിൽ പിറന്നവരായിരിക്കാം, ഒരുപക്ഷെ ജീവിത പങ്കാളിയിൽ നിന്നായിരിക്കാം, ഒരുപക്ഷെ മാതാപിതാക്കളിൽ നിന്നായിരിക്കാം, ആത്മമിത്രങ്ങളെന്ന് കരുതുന്നവരുടെ സമീപത്തു നിന്നായിരിക്കാം. പലരാലും പരാജയപ്പെടുവാൻ വിധിക്കപ്പെടുന്ന ധാരാളം പേരുണ്ട്. മക്കളുണ്ടായിരിക്കെ മക്കൾ
വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അമ്മയെയും അപ്പനെയും തനിയാക്കി കടന്നു പോകുന്നവർ ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നുണ്ട്. ഏകാന്തതയുടെ തടവറയിൽ കഴിഞ്ഞ് ഡിവോഴ്സിന് നോട്ടീസ് കൊടുത്തതുകൊണ്ട് വീട്ടിൽ വേറെ ആരുമില്ല, ആത്മഹത്യയെക്കുറിച്ച് പലയാവർത്തി ചിന്തിക്കുന്നവർ ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നുണ്ടായിരിക്കാം. ഓർക്കണം, ദൈവത്തിൻ്റെ വചനം, മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ്. അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ. ഒരു കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യനെ പരാജയപ്പെടുത്തുന്നു. എങ്ങനെയാണത്? ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 37-ാമത്തെ അധ്യായത്തിൽ പൂർവ്വ ജോസഫിനെ ബൈബിൾ പരിചയപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ജോസഫ് ഒരു പാപവും ചെയ്തിട്ടില്ല. അവൻ നീതിമാനായിരുന്നു. മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിനെ പോലെ തന്നെ പൂർവ്വ ജോസഫും വിശുദ്ധനായിരുന്നു, അനുഗ്രഹീതനായിരുന്നു. പക്ഷേ അവരുടെ മാതാപിതാക്കളുടെ ഇളയ പുത്രനാണ് എന്നുള്ള ഒരു തെറ്റു മാത്രമേ അവൻ്റെ ഭാഗത്തുള്ളൂ. അതൊരിക്കലും അവൻ്റെ കുറവുമല്ലല്ലോ. അവൻ ഇളയ പുത്രനായതുകൊണ്ട് മാതാപിതാക്കൾക്ക് അവനോട് പ്രത്യേക സ്നേഹം, പ്രത്യേകിച്ചും അവൻ്റെ പിതാവിന് അവനോട് പ്രത്യേകമായ സ്നേഹം ഉണ്ട് എന്ന് അവൻ്റെ സഹോദരന്മാർ ചിന്തിക്കുന്നു. അസൂയ, അതിന് അക്കാലത്തുമില്ല മരുന്ന്, ഇക്കാലത്തുമില്ല മരുന്ന്. അസൂയ വന്നാൽ വലിയ പ്രശ്നമാണ്. കഷണ്ടി പോലെ തന്നെ അല്ല, അതിനേക്കാൾ വലിയ പ്രതിസന്ധിയാണ് അസൂയ എന്ന് പറയുന്നത്. ഇതാ സഹോദരന്മാർക്ക് അസൂയ മൂത്തു. അവർക്ക് എന്ത് ചെയ്യാൻ കഴിയും? അവര് പല വിധത്തിൽ ഇവനെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. ഇവനുണ്ടായിരുന്ന ഒരു ഗുണം, ഇവൻ സ്വപ്നങ്ങൾ കാണും. സഹോദരങ്ങളെ, ദൈവത്തിന് വേണ്ടി സ്വപ്നം കാണുന്ന ഏതൊരു മനുഷ്യനും അസൂയയ്ക്ക് പാത്രീഭൂതനാകും. അത് അക്കാലത്തും അങ്ങനെയാണ്, ഇക്കാലത്തും അങ്ങനെയാണ്. സാധാരണയിൽ നിന്ന് വ്യതിചലിച്ച് ദൈവത്തിന് വേണ്ടി ആരൊക്കെ സ്വപ്നങ്ങൾ കാണുന്നുവോ, ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ ആരൊക്കെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നുവോ, അവരൊക്കെ തെറ്റിദ്ധരിക്കപ്പെടും, അവരൊക്കെ ഒറ്റപ്പെടും, അവരൊക്കെ സമൂഹത്തിൻ്റെ തടവറയിലേക്ക് അല്ലെങ്കിൽ ഇടയിലേക്ക് മാറ്റി നിർത്തപ്പെടും. ഇതാ ജോസഫ്, അവൻ്റെ ഒന്നാമത്തെ സ്വപ്നം മറ്റൊന്നുമല്ല, ഒരു നിലം കാണുന്നു, ഒരുപാട് കറ്റകൾ അതിലുണ്ട്. അതിൽ ഒരു കറ്റ മാത്രം എഴുന്നേറ്റ് നിൽക്കുന്നു, ബാക്കി എല്ലാ കറ്റകളും താണു വണങ്ങുന്നു. സഹോദരന്മാർക്കെല്ലാം മനസ്സിലായി, ഇത് നമുക്കിട്ടുള്ള പണി തന്നെയാണ്. ഇത് ഇവനെ എല്ലാവരും കൂടി വണങ്ങണം എന്നാണ് ഇവൻ പറഞ്ഞു വരുന്നത്. അതുകൊണ്ട് അവരുടെ അസൂയ കുറേ കൂടി മൂത്തു. ഇവൻ സ്വപ്നം നിർത്തിയില്ല. സ്വപ്നം കാണുന്ന വ്യക്തികളുടെ പ്രത്യേകത, അവർ സ്വപ്നങ്ങൾ നിർത്തില്ല. ദൈവത്തിന് വേണ്ടി ഇറങ്ങുന്നവൻ്റെ പ്രത്യേകത, അവൻ അവസാനിപ്പിക്കില്ല. അവൻ എല്ലാ കാലത്തും മുന്നോട്ട് പോകും. കാരണം അവനറിയാം, വിജയം നൽകുന്ന യോദ്ധാവിനോടൊപ്പമാണ് അവൻ്റെ മുന്നോട്ടുള്ള കുതിച്ചു പോകലെന്ന്. അതുകൊണ്ട് ഇവൻ്റെ രണ്ടാമത്തെ സ്വപ്നം കണ്ടു. രണ്ടാമത്തെ സ്വപ്നം ഇതാ സൂര്യനും ചന്ദ്രനും 11 താരകങ്ങളും എന്ന് പറഞ്ഞാൽ 11 നക്ഷത്രങ്ങളും ഒരുവനെ താണു വണങ്ങുന്നു. ഇത് കേട്ടപ്പോൾ പപ്പയ്ക്കും അമ്മയ്ക്കും കൂടി ദേഷ്യമായി. കാരണം സൂര്യൻ എന്ന് പറഞ്ഞാൽ പിതാവാണെന്നും ചന്ദ്രൻ എന്ന് പറയുന്നത് അമ്മയാണെന്നും അവർക്കറിയാം. 11 നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് 11 സഹോദരന്മാരാണ്. അവർക്കും ഇവരോട് കലിപ്പായി. സഹോദരന്മാരെ ചേർന്ന് ജോസഫിനെ കൊണ്ടുപോയി 20 വെള്ളിക്കാശിന് ഇസ്മായിലർക്ക് വിൽക്കുന്നു. അവരിൽ നിന്നും ഫറവോയുടെ സൈന്യാധിപനായ പൊത്തിഫർ വീണ്ടും ഇവനെ വാങ്ങുന്നു. പൊത്തിഫറിന്റെ ഭാര്യ പാപത്തിന് ക്ഷണിക്കുമ്പോൾ കൂട്ടു നിൽക്കാത്തത് കൊണ്ട് തടവറയിലിടുന്നു. ഫറവോയുടെ സ്വപ്നം വ്യാഖ്യാനിച്ചതുകൊണ്ട് തടവറയിൽ നിന്ന് അവൻ മോചിതനാകുന്നു. വചനം മുന്നോട്ട് പോകുമ്പോൾ ജോസഫിനെ കുറിച്ച് ബൈബിൾ പറയുന്നൊരു വാചകമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 41-ാമത്തെ അധ്യായത്തിലാണ് നമ്മളത് വായിക്കുന്നത്. ഫറവോ ജോസഫിനെ കുറിച്ച് പറയുന്ന വാചകം ഇങ്ങനെയാണ്: ഇതാ നമ്മുടെ ദേശത്ത് ഇത്രമാത്രം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു നിൽക്കുന്ന ഒരുവനെ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഇത്രമാത്രം ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഒരുവനെ പോലും ഞാൻ കണ്ടിട്ടില്ല എന്ന്. ഒരു കരമുയർത്തുന്നു പറഞ്ഞ എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, മനുഷ്യൻ നമ്മളെ തകർക്കാൻ ശ്രമിച്ചേക്കാം. മനുഷ്യർ നിങ്ങളെ കോർണർ ചെയ്യാൻ ശ്രമിച്ചേക്കാം. സഹോദരങ്ങൾ എല്ലാവരും കൂടി പദ്ധതി കൂട്ടി നിങ്ങളെ ഒറ്റപ്പെടുത്താൻ ശ്രമിച്ചേക്കാം. ഒരു കാര്യം നിങ്ങൾ ഓർക്കണം, ജോസഫിൻ്റെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നുവെങ്കിൽ
ഈജിപ്തിൽ ഏറ്റവും അധികം ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നവൻ പൂർവ്വ ജോസഫ് ആയിരുന്നെങ്കിൽ, മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നമ്മൾ അറിയണം, നമ്മുടെ ദൈവം വിജയാളിയാണ്. അവൻ പരാജയങ്ങൾക്ക് മേൽ വിജയം കൊണ്ടുവരുന്ന ദൈവമാണ്. അവൻ ദുരനുഭവങ്ങളെ മുഴുവൻ അനുഗ്രഹങ്ങളാക്കി പകർത്തുന്നവനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എത്ര കണ്ട് പരാജയത്തിൻ്റെ സാധ്യതകളെയാണെങ്കിലും അവൻ വിജയമാക്കി പകർത്തുക തന്നെ ചെയ്യും. ഒരു കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ഓർക്കണം, അടിമയായി പോയവനായിരുന്നു അവൻ. അടിമയായിട്ടാണ് അവൻ പോയതെങ്കിലും നാളുകൾക്ക് ശേഷം ആ രാജ്യത്തിൻ്റെ ആധിപത്യം അവനെ ഏൽപ്പിച്ചു കൊടുക്കുന്നു. സങ്കീർത്തനം 23 നമ്മൾ വായിക്കും, ഇതാ എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കി. എൻ്റെ ശത്രുക്കളുടെ മുമ്പിൽ വിരുന്നൊരുക്കി. ഇന്ന് ഒരുപക്ഷെ ശത്രുക്കളായി നമ്മൾ കരുതുന്ന വ്യക്തികൾ നമ്മളെ ഒരുപാട് അടിച്ച് തകർക്കുന്നുണ്ടായിരിക്കാം. സഹോദരങ്ങളെ, നമ്മൾ ഒറ്റപ്പെടുത്തുന്നുണ്ടായിരിക്കാം. നമ്മൾ ഓർക്കണം, കർത്താവ് നമ്മുടെ കൂട്ടത്തിലുണ്ട്, കർത്താവ് നമ്മളുടെ സമീപത്തുണ്ട്. ആത്യന്തികമായി പരാജയപ്പെടാൻ നമ്മളെ അനുവദിക്കുകയില്ല. 2 വിശുദ്ധാത്മാക്കളുടെ സംഭവങ്ങൾ ഒരുപക്ഷെ ധാരാളമായി ഈ വചനവുമായി ചേർത്ത് വെച്ച് നമുക്ക് വായിക്കാൻ കഴിഞ്ഞേക്കും. ഒന്നാമത്തെ ഒരു വിശുദ്ധൻ സെയിൻറ്റ് പാട്രിക് എന്ന് പറയുന്ന വിശുദ്ധനാണ്. വിശുദ്ധനായ പാട്രിക്, അയർലൻഡിന് വേണ്ടിയിട്ടുള്ള പേട്രൺ സെയിൻ്റ് ആണ് സെയിൻറ്റ് പാട്രിക്. അദ്ദേഹം കത്തോലിക്ക തിരുസഭയിലെ ഏറ്റവും അധികം മരിച്ചവരെ ഉയർപ്പിച്ചിരിക്കുന്ന വിശുദ്ധനാണ്. സെയിൻറ്റ് വിൻസെൻ്റ് ഫെറർ കഴിഞ്ഞാൽ ഏറ്റവും അധികം മരിച്ചവരെ ഉയർപ്പിച്ചിരിക്കുന്ന വിശുദ്ധൻ വിശുദ്ധ പാട്രിക് ആണ്. ഈ വിശുദ്ധ പാട്രിക് ധാരാളം ദൈവ ശുശ്രൂഷകൾ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിലെയും പ്രത്യേകിച്ചും അയർലൻഡ് ഭാഗത്തുള്ള ധാരാളം ആളുകൾക്ക് ഇവനോട് അസൂയ തോന്നി. കാരണം മറ്റ് ദേവന്മാരുടെ പിന്നാലെ പോകുന്ന ആളുകൾക്ക് ആളെ കിട്ടാതെയായി. യാതൊരു വഴിയുമില്ല. അവരാകെ കഷ്ടപ്പെടുന്നു. അവരുടെ ഗോത്രങ്ങൾ ഒറ്റപ്പെടുന്നു. അവർക്ക് വേണ്ടി കൂട്ടുചേരാൻ ആരുമില്ല. എല്ലാ വിധത്തിലും വിഷമിക്കുന്നു. എന്നാൽ പാട്രിക് ആകട്ടെ പോകുന്നു, മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്നു. കത്തോലിക്ക സഭയിൽ 39 പേരുടെ ഉയർപ്പ് അംഗീകരിച്ചിട്ടുണ്ട്. ഏതാണ്ട് 400ഓളം കേസുകളാണ് സെയിൻറ്റ് പാട്രിക് ഉയർപ്പിച്ചതായി പാരമ്പര്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. മരിച്ച് ചീഞ്ഞളിഞ്ഞ ശരീരത്തിൽ നിന്നും ഉയർപ്പിച്ച സംഭവമാണ് ഞാൻ ഈ പറയുന്നത്. സഹോദരങ്ങൾ, ഇങ്ങനെ ഇരിക്കെ അയർലൻഡ് ഭാഗത്തുള്ള മക്കാൽദൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക്, അദ്ദേഹം ഒരു ഗോത്രവർഗത്തിൻ്റെ തലവനാണ്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കൂട്ടർക്കും തോന്നി, പാട്രിക് ഇങ്ങനെ മുന്നോട്ട് പോയാൽ യേശു ആയിരിക്കും എല്ലാവരുടെയും ദൈവമെന്ന് മുഴുവൻ ജനവും അറിയാൻ സാധ്യതയുണ്ട്. എല്ലാവരും അവൻ്റെ പിന്നാലെ പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കത് തകർക്കണം, നമുക്കത് നശിപ്പിക്കണം. അവരാലോചിച്ചു. അവർ മീറ്റിങ്ങുകൾ കൂടി എങ്ങനെ ഇത് നശിപ്പിക്കാൻ പറ്റും. നശിപ്പിക്കാനുള്ള ഏറ്റവും നല്ല വഴി കണ്ടെത്തിയത് അവരിങ്ങനെയാണ്: പാട്രിക് ചെയ്യുന്ന ഈ അത്ഭുതത്തിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് കാണിക്കണം, യാതൊരു മീനിങ്ങുമില്ല എന്ന് കാണിക്കണം, ഇത് മുഴുവൻ പൊള്ളത്തരമാണെന്ന് കാണിക്കണം. അപ്പം ഇതെങ്ങനെ കാണിക്കാൻ പറ്റും? അവർ മീറ്റിംഗ് കൂടിയപ്പോൾ ഗർബാനൂസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാനൊരു പരിപാടി പറയാം. പറഞ്ഞ ടെക്നിക്ക് ഇങ്ങനെയായിരുന്നു: ഞാൻ മരിച്ചതായിട്ട് ആക്ട് ചെയ്യുക, ഞാൻ മരിച്ചതായിട്ട് ഇങ്ങനെ ആക്ട് ചെയ്യുക, മൂക്കിലൊക്കെ പഞ്ഞിയൊക്കെ വെച്ച് മുഖമൊക്കെ ഒന്ന് കെട്ടി എന്നെ ഇങ്ങനെ വെച്ചേക്കുക. എന്നിട്ട് മക്കാൽദൂസ്, നീ നേതാവാണല്ലോ, നീ പോയി പാട്രിക്കിനോട് പറയണം, ഇതാ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഗർബാനൂസ് ചത്തുപോയി, മരിച്ചുപോയി, അവനെ നീ ഒന്ന് ഉയർപ്പിക്കണം എന്ന് പറയണം. അവർ കാര്യങ്ങളെല്ലാം ഏറ്റു. കൂട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ചു. ഗോത്രവർഗക്കാരെല്ലാം ഈ തീരുമാനത്തിൽ ഒരുമിച്ചു. അങ്ങനെ മക്കാൽദൂസ് എന്നുള്ള ആ ഗോത്രവർഗത്തിൻ്റെ നേതാവ് പാട്രിക്കിൻ്റെ അടുത്ത് ചെന്നുകൊണ്ട് പറഞ്ഞു, അങ്ങ് വിശുദ്ധനായ മനുഷ്യനായിട്ടാണ് ഈ രാജ്യങ്ങളിൽ മുഴുവൻ അറിയപ്പെടുന്നത്. അങ്ങ് ഒരുപാട് പേരെ ഉയർപ്പിച്ചിട്ടുണ്ട് താനും. ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗർബാനൂസ് എന്നുള്ള ഞങ്ങളുടെ ഒരു സഹോദരൻ മരിച്ചുപോയി, അവനെ ഒന്ന് ഉയർപ്പിക്കണം എന്ന് പറഞ്ഞു. പാട്രിക് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, മക്കാൽദൂസിൻ്റെ കൂട്ടത്തിൽ കാട് പിടിച്ച ഒരു ദേശത്തേക്ക്, അന്ന് ആ രാജ്യങ്ങളിൽ ഒന്നും വിദ്യാഭ്യാസമായിട്ടില്ല, ഈശോയിലുള്ള വിശ്വാസമായിട്ടില്ല, ആരും വിശ്വാസത്തിന് തെരുതെളിക്കാൻ ആ നാട്ടിലേക്ക് പോയിട്ടുമില്ല. അങ്ങനെ ഇരിക്കുകയാണ് ഇതാ
ഈ മനുഷ്യനോടൊപ്പം സെയിൻറ്റ് പാട്രിക്ക് പോവുകയാണ്. സെയിൻറ്റ് പാട്രിക്ക് അവിടെ ചെന്നപ്പോൾ ഗർബാനോസ് എന്നുള്ള ചെറുപ്പക്കാരൻ മരിച്ച് ഇങ്ങനെ മൂക്കിലൊക്കെ പഞ്ഞി വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അവൻ ചെന്ന് നെറ്റിൽ ഒരു കുരിശ് വരച്ചു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഗർബാനോസ് ജീവനിലേക്ക് വരട്ടെ എന്ന്. സഹോദരങ്ങളെ, ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവർ പ്ലാനിട്ടിരുന്നത് സത്യത്തിൽ ഈ കുരിശു വര കഴിയുമ്പോൾ ഗർബാനോസ് ചാടി എഴുന്നേൽക്കുക. ഗർബാനോസ് ചാടി എഴുന്നേറ്റ് കഴിഞ്ഞ് ഇവനോട് പറയുക, എടാ പഹയ, സത്യത്തിൽ ഇത് ഞങ്ങൾ വെറുതെ നിന്നെ കളിപ്പിക്കാൻ വേണ്ടി കാണിച്ചതാണ്. ഇവൻ മരിച്ചിട്ടൊന്നും ഉണ്ടായില്ല, ഇത് പറയാമെന്നാണ് ഇവർ കരുതിയത്. സത്യത്തിൽ സഹോദരങ്ങളെ, കുരിശു വരച്ചു കഴിഞ്ഞ് പാട്രിക്ക് അങ്ങനെ മുന്നോട്ട് പോകാൻ നേരത്ത് മക്കാൽദോസ് നേതാവ് വിളിച്ചു, ഗർബാനോസേ വാ, നമ്മുടെ പദ്ധതി വിജയിച്ചു, വാ എന്ന് പറഞ്ഞു. സത്യത്തിൽ പാട്രിക്ക് കുരിശു വരച്ച നേരത്ത് അയാൾ മരിച്ചുപോയി. സഹോദരങ്ങളെ, ഓടി മക്കാൽദോസും കൂട്ടരും ചെന്ന് അവർ പറഞ്ഞു, അല്ലയോ ഗുരുവേ, അല്ലയോ പിതാവേ, നീ ചെയ്യുന്ന പരിപാടികൾ മനുഷ്യരെ കബളിപ്പിക്കുന്നതാണെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാനും അങ്ങനെ യേശുവിലേക്ക് വിശ്വാസികൾ കടന്നു വരുന്നതിനെ പിന്തിരിപ്പിക്കാനും വേണ്ടിയിട്ടുള്ള ഞങ്ങളുടെ ഒരു അറ്റംപ്റ്റ് ആയിരുന്നു ഇത്. അവിടെ ഞങ്ങളോട് പൊറുക്കണം, അവിടെ ഞങ്ങളോട് ക്ഷമിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് അവൻ മരിച്ചു വെച്ചതായിരുന്നു, ഇപ്പോൾ ഒറിജിനലായിട്ട് ചത്തുപോയി. അതുകൊണ്ട് അങ്ങ് ഒറിജിനലായിട്ടൊന്ന് വന്ന് അവനൊന്ന് ഉയർപ്പിക്കണം, ഒറിജിനലായിട്ട് വന്ന് അവനെ ഒന്ന് ജീവനിലേക്ക് കൊണ്ടുവരണം. പാട്രിക്ക് പറഞ്ഞു, അങ്ങനെ വഴിക്ക് വാ. ആരോടാ കളി? നമ്മുടെ കർത്താവിനോട് ആരോടാ കളി? ഞാൻ വരുന്നു എന്ന് പറഞ്ഞു. സെയിൻറ്റ് പാട്രിക്ക് ചെന്നു. സെയിൻറ്റ് പാട്രിക്ക് ചെന്ന് മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും പൗരോഹിത്യത്തിലൂടെയും സഭ എനിക്ക് നൽകിയിരിക്കുന്ന ആത്മീയമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്നെ ഞാൻ റൂഷ്മ ചെയ്യുന്നു, നീ ജീവനിലേക്ക് പ്രവേശിക്കുക എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഗർബാനോസ് ജീവനിലേക്ക് പ്രവേശിച്ചു. സഭയുടെ പാരമ്പര്യം പറയുന്നത് എങ്ങനെയാണ്? അന്നു മുതൽ ആ ഗോത്രവർഗത്തിലെ മുഴുവൻ ആളുകളും യേശുവിനെ പിന്തുടർന്നു. ലോകത്തിൽ ആകാശത്തിൻ്റെ കീഴെ ഒരു കത്തോലിക്ക രാജ്യം മാത്രമേ ഉള്ളൂ. ആ കത്തോലിക്ക രാജ്യം എന്ന് പറയുന്ന രാജ്യം അയർലൻഡ് എന്ന് പറയുന്ന രാജ്യമാണ്. ഇന്ന് ആ മക്കാൽദൂസ് എന്ന് പറയുന്ന വ്യക്തി സത്യത്തിൽ വിശുദ്ധനാണ്. സെയിൻറ്റ് മക്കാൽദൂസ് എന്ന് പറയുന്ന വ്യക്തിയായി കത്തോലിക്ക തിരുസഭയിൽ അയാൾ ഉയർത്തപ്പെട്ടു, അദ്ദേഹം ഉയർത്തപ്പെട്ടു. സഹോദരങ്ങളെ ഓർക്കുക, മനുഷ്യനെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ, മനുഷ്യൻ ദൈവ ശുശ്രൂഷകനെ തോൽപ്പിക്കാൻ ശ്രമിച്ചാൽ ആത്യന്തിക വിജയം ക്രിസ്തുവിൻ്റെതാകയാൽ സകലതും മാനുഷികമായ ശ്രമങ്ങൾ പരാജയപ്പെടുക തന്നെ ചെയ്യും. യേശുവിൻ്റെ പദ്ധതിയായിരിക്കും നിരന്തരം വിജയിക്കുക. ഒരു കരമുയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതുപോലെ തന്നെ ഏറെ ഒരു ഭൂഖണ്ഡത്തെ മുഴുവൻ മാറ്റിമറിച്ചത് അത് ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്തെയാണ്. ആ രാജ്യത്തിലെ ദൈവജനങ്ങൾ ഈ ദൈവ ശുശ്രൂഷയിൽ നിന്ന് പങ്കുപറ്റുന്നുണ്ട്. സഹോദരങ്ങളെ, ഇറ്റലിയിലെ ജനത്തെ, ആ ഒരു ദേശത്തെ മുഴുവൻ രൂപാന്തരപ്പെടുത്തിയത് പാവുളോയിലെ ഫ്രാൻസിസ് എന്ന് പറയുന്ന ഒരു വിശുദ്ധാത്മാവിൻ്റെ ചെയ്തി വഴിയായിട്ടാണ്. ആ ദേശത്തിലെ ഒരു വലിയ പറ്റം മനുഷ്യർ യേശു ക്രിസ്തുവിനെ രക്ഷകനാഥനുമായിട്ട് സ്വീകരിച്ചത്. അക്കാലത്ത് ആ രാജ്യങ്ങളിലൊന്നും പുരോഹിതരോ മെത്രാന്മാരോ യാത്ര ചെയ്താൽ ബസ്സിന് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യം വരാറില്ല. ഇന്നാണെങ്കിൽ അവർ ഡബിൾ ചാർജ് ചെയ്യും, കാരണം അത്രയും നെഗറ്റീവായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്. സഹോദരങ്ങളെ, അന്നതാ അവർ പൈസ വാങ്ങില്ല. പക്ഷേ അന്ന് വലിയ വാഹനങ്ങളില്ല, വലിയ സൗകര്യങ്ങളൊന്നുമില്ല. വഞ്ചിയിലാണ് പോയി സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നത്. അങ്ങനെ ഇരിക്കെ പാവുളോയിലെ ഫ്രാൻസിസ് അവൻ സുവിശേഷ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോവുകയാണ്. ബൈബിളൊക്കെ പിടിച്ച് ഒരു കടത്തു വഞ്ചി കടന്നു വേണം പോയി ഗോത്രവർഗക്കാരുടെ ഇടയിൽ സുവിശേഷം പറയാൻ, കാട്ടു മനുഷ്യരുടെ ഇടയിൽ സുവിശേഷം പറയാൻ. അദ്ദേഹം സുവിശേഷമൊക്കെ പിടിച്ച് മുന്നോട്ട് പോവുകയാണ്. മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ കടത്തു വഞ്ചി കൊണ്ടുപോകാൻ വഞ്ചി തുഴയാൻ നിൽക്കുന്നത് ഒരു നിരീശ്വരവാദിയായ മനുഷ്യനാണ്. നിരീശ്വരവാദിയായ മനുഷ്യൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഇയാളുടെ കയ്യിൽ കാശുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പൈസയൊന്നുമില്ല തരാൻ. ഒരു പക്ഷേ സുവിശേഷ ശുശ്രൂഷ കഴിഞ്ഞ് എനിക്ക് എന്തെങ്കിലും പൈസ കിട്ടിയാൽ തിരിച്ച് കടത്ത് വരുന്ന നേരത്ത് ഞാൻ പൈസ തരാമെന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, പാവുളോയിലെ ഫ്രാൻസിസിനോട് പറഞ്ഞു, പൈസയില്ലെങ്കിൽ ഇയാൾ ഒരു പരിപാടിക്ക് പോകണ്ട എന്ന് പറഞ്ഞു. കാശില്ലെങ്കിൽ ഇയാൾ എങ്ങും പോകണ്ട എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഈ സമയത്ത് പൗലോയിലെ ഫ്രാൻസിസ് അവിടെ മുട്ടുകുത്തി കർത്താവിൻ്റെ തിരുമുമ്പിൽ നിലവിളിച്ചുകൊണ്ട് പറഞ്ഞു, കർത്താവേ, നിന്റെ വിജയം നൽകുന്ന കർത്താവായ നിന്റെ തിരുമുമ്പിലാണ് ഇപ്പോൾ ഞാൻ പരാജയപ്പെടുന്നത്.
നിന്റെ മുമ്പിൽ ഒരാളും പരാജയപ്പെടാൻ, നിന്റെ നാമത്തിൽ ഒരാളും പരാജയപ്പെടാൻ നീ അനുവദിക്കുകയില്ല എന്ന് നിനക്കറിയാമല്ലോ. കർത്താവേ, ഈ മനുഷ്യരോട് നീ കരുണ കാണിക്കണം, ഈ മനുഷ്യൻ്റെ മനസ്സ് നീ മാറ്റണം. ഇത് പറയുന്ന നേരത്ത് ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ശക്തമായ ഒരു ഇൻസ്പിറേഷൻ പരിശുദ്ധാത്മാവായ ദൈവം കൊടുത്തു. പരിശുദ്ധാത്മാവായ ദൈവം കൊടുത്ത പ്രചോദനം ഇതാണ്. ഈ പൗളോയിലെ ഫ്രാൻസിസ്, നിന്റെ കയ്യിൽ ഒരു വലിയ കർട്ടൻ ഉണ്ടല്ലോ, ആ കർട്ടൻ നീ ആ നദിക്ക് നേരെ, ആ തടാകത്തിന് നേരെ എറിയുക. അദ്ദേഹം അങ്ങനെ കയ്യിലിരുന്ന ഒരു വലിയ ഷോൾ പോലുള്ള ഒന്ന് തടാകത്തിൻ്റെ കുറുകെ എറിഞ്ഞു. സഭയുടെ പാരമ്പര്യത്തിൽ പറയുന്നത്, ആ തടാകത്തിന് കുറുകെ എറിഞ്ഞ ആ മുഴുവൻ ഷോളും ഒരു പാലം പോലെയായി. ഏതാനും സമയങ്ങളിലേക്ക് ഒരു പാലം പോലെയായി പൗളോയിലെ ഫ്രാൻസിസ് വളരെ സന്തോഷത്തോടു കൂടി, കടത്തുകാരൻ വഞ്ചി തുഴഞ്ഞ് അങ്ങേ അറ്റത്ത് ചെല്ലുന്നതിന് മുമ്പേ ഫ്രാൻസിസ് അവിടെ ചെന്ന് സുവിശേഷ ശുശ്രൂഷ ആരംഭിച്ചു കഴിഞ്ഞു. ഒരു കരമുയർച്ചെന്ന് പറഞ്ഞ് എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, വ്യക്തിപരമായ ജീവിതത്തിലും ശുശ്രൂഷ ജീവിതത്തിലും നമ്മളെ തകർത്താൻ, നമ്മളെ നശിപ്പിക്കാൻ മനുഷ്യന് പറ്റില്ല. മനുഷ്യൻ ശ്രമിച്ചാൽ ഒരാളും പരാജയപ്പെടുകയില്ല. ഏതൊരു ഭീകരവാദം ഉണ്ടായിരുന്നാലും സുവിശേഷത്തിന്റെ വാതിലുകൾ കൊട്ടി അടയ്ക്കപ്പെടുകയില്ല. കാരണം മനുഷ്യൻ ദൈവത്തിന്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ്. അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ. ഒന്ന് കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരുടെ സാഹചര്യങ്ങളാണ് അവരെ തോൽപ്പിച്ചു കളയുന്നത്. ചിലരുടെ ജീവിതത്തിലെ സാഹചര്യങ്ങൾ അവരെ ഒരുപാട് നശിപ്പിച്ചു കളയും. സാഹചര്യങ്ങളിലേക്ക് കണ്ണിട്ട് നോക്കിയാൽ പലരും നശിച്ചു പോകും. സാഹചര്യങ്ങൾ വളരെ വിപരീതമായിരിക്കും. ഉദാഹരണത്തിന് 3 പ്രാവശ്യം IELTS എഴുതിയ ഒരു പെൺകുട്ടി, അവൾ ജീവിതത്തിൽ ഉടനീളം പറയുന്നത് ഇങ്ങനെയാണ്: ഞാനൊരു പരാജയമാണ്, ഞാനൊരു നാശമാണ്, ഞാൻ വിജയിക്കാനൊന്നും പോകുന്നില്ല. 10 പ്രാവശ്യം ഇത് പറഞ്ഞു കഴിഞ്ഞ് 10 പ്രാവശ്യം ചുറ്റുവട്ടത്തുള്ള ആളുകളും ഇവളെക്കുറിച്ച് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ 11ാമത്തെ പ്രാവശ്യം ഇവൾ പരീക്ഷയ്ക്ക് പോയാൽ തീർച്ചയായും അവൾ തോറ്റിരിക്കും. സഹോദരങ്ങളെ, പരാജയമാണ് എന്ന് പറഞ്ഞാൽ പിന്നീടുള്ള യാത്ര മുഴുവൻ പരാജയമായിട്ട് മാറും. ഒരുപക്ഷെ ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന ദൈവജനങ്ങളിൽ ചിലരെങ്കിലും മറുരാജ്യങ്ങളിലേക്ക്, മറുനാടുകളിലേക്ക് പോകാൻ വിസയ്ക്ക് വേണ്ടി ആപ്ലിക്കേഷൻ കൊടുത്തവരായിരിക്കാം, ഇന്റർവ്യൂകൾ അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കാം, ഈ ദിവസങ്ങളിൽ വ്യത്യസ്തമായ ജോലിക്ക് വേണ്ടിയുള്ള ആപ്ലിക്കേഷൻ സമർപ്പിക്കുന്നവരായിരിക്കാം. ചിലരുടെ ഉള്ളിൽ പറയുന്നത് എങ്ങനെയാണ്, പിശാച് ഊതിക്കൊടുക്കുന്ന വചനം ഇതാണ്: നീ കഴിഞ്ഞതിനൊക്കെ പരാജയപ്പെട്ടു, കഴിഞ്ഞ എല്ലാ കാര്യങ്ങൾക്കും നീ പരാജയപ്പെട്ടു, അതുകൊണ്ട് നീ ഇതിനും വിജയിക്കാൻ പോകുന്നില്ല. സഹോദരങ്ങളെ, സേറ്റൻ എപ്പോഴും പറയും യു ആർ എ ഫെയിലിയർ, യു ആർ എ ഫെയിലിയർ. എന്നാൽ ജീസസ് എപ്പോഴും നിങ്ങളോട് പറയും യു ആർ എ സക്സസ്, യു ആർ എ സക്സസ് എന്ന്. യേശു പറയുന്ന വാക്കിലേക്ക് നോക്കാതെ സേറ്റൻ പറയുന്ന വാക്കിലേക്ക് നോക്കുന്നത് കൊണ്ടാണ് ഞാനും നിങ്ങളും പരാജയപ്പെടുന്നത്. ദൈവത്തിന്റെ അനുവാദമില്ലാതെ, സമ്മതമില്ലാതെ ഞാനും നിങ്ങളും ഒരിക്കലും പരാജയപ്പെടുകയില്ല. കരമുയർത്തുന്നു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർ രോഗം അവരെ പരാജയപ്പെടുത്തുന്നതായി അവർക്ക് അനുഭവപ്പെടുന്നുണ്ടായിരിക്കാം. ഞാൻ ഓർക്കുന്നു, ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അമേരിക്കയിലുള്ള ഒരു ക്യാൻസർ രോഗബാധിതനായൊരു മനുഷ്യൻ, പ്രധാനപ്പെട്ട എല്ലാ ആശുപത്രികളിലും അദ്ദേഹത്തിന് ട്രീറ്റ്മെൻറ്റ് നടത്തി. എല്ലാ ഡോക്ടേഴ്സും തന്നെ അദ്ദേഹത്തെക്കുറിച്ച് വിധി എഴുതി 3 മാസത്തിൽ കൂടുതൽ അദ്ദേഹം ജീവിക്കില്ല. പക്ഷെ അദ്ദേഹം ആകട്ടെ ഒരുപാട് വിശ്വാസത്തിൻ്റെ മനുഷ്യനായിരുന്നു. ഇടവകപ്പള്ളിയിൽ വികാരിച്ച് വന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിക്കുന്ന നേരത്ത് വികാരിച്ചെൻ്റെ മുഖത്ത് നോക്കി അദ്ദേഹം പറഞ്ഞു, എൻ്റെ അച്ഛ, എനിക്ക് ആശ്വാസ വാക്ക് ഒന്നിൻ്റെയും ആവശ്യമില്ല. കാരണം ഞാൻ ഈ രോഗക്കിടക്കയിൽ നിന്ന് എഴുന്നേക്കും, ഞാൻ ഈ രോഗാണുക്കളിൽ നിന്നും മോചിതമാകും. എന്നിട്ട് അദ്ദേഹം പറയുന്ന വചനം ഇതാണ്: ഈ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമായ എൻ്റെ ശരീരത്തിൽ ഒരിക്കലും ക്യാൻസറിൻ്റെ അണുക്കൾക്ക് ഒരു അവസരം ഞാൻ കൊടുക്കില്ല. ഇതാണ് ഈ സഹോദരൻ പറയുന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, സഹോദരൻ ആവർത്തിച്ച് പറയുന്ന വാക്കുകൾ. ഇപ്പോൾ സിസ്റ്റേഴ്സ് വരും, പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അംഗങ്ങൾ വരും. ഇദ്ദേഹത്തിന് ആരുടെയും പ്രത്യേകമായ സാമീപ്യത്തിൻ്റെ ആവശ്യമില്ല.
അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? ഞാൻ ഇന്ന് രോഗിയാണെങ്കിൽ അടുത്ത നാഴികയിൽ ഞാൻ എഴുന്നേറ്റ് വരും. അപ്പോൾ ഡോക്ടേഴ്സ് സ്കാനിങ് റിസൾട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 3 മാസത്തിൽ കൂടുതൽ ഒരിക്കലും ജീവിക്കാൻ സാധ്യതയില്ല. സഹോദരങ്ങളെ, നാളുകൾ കഴിഞ്ഞു. അദ്ദേഹം കീമോ എടുത്ത് അദ്ദേഹത്തിൻ്റെ ശരീരം മുഴുവൻ ഭയങ്കരമായി കറുത്ത കളറായി. ഒരുപാട് ഛർദ്ദിക്കുന്നു. അദ്ദേഹത്തിന് തലയിൽ തീരെ മുടിയില്ല, എല്ലാ മുടിയും നഷ്ടപ്പെട്ടു. ഭാര്യയും മക്കളുമെല്ലാം ആകപ്പാടെ വിഷമത്തിലായി. പക്ഷേ ഈ സഹോദരൻ മാത്രം ഒരു പരാതിയും പറയുന്നില്ല. ഈ സഹോദരൻ തൻ്റെ ദൈവ ശുശ്രൂഷ അന്നും ഏറെ സന്തോഷത്തോടുകൂടി മുന്നോട്ട് കൊണ്ട് നടക്കുന്നു. ഒരു ദിവസം നോക്കിയപ്പോൾ ബ്ലഡിൻ്റെ കൗണ്ട് തീരെ കുറഞ്ഞു. എല്ലാവരും പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാൻ. അദ്ദേഹം അന്ന് ഇങ്ങനെ തീരുമാനിച്ചു, ഞാൻ ഇന്ന് ആശുപത്രി പോണില്ല. അപ്പോൾ കുറച്ച് വിവേകം നീ ഉപയോഗിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് ചിലർ അദ്ദേഹത്തോട് പറഞ്ഞു. അതുകൊണ്ട് മാത്രം അദ്ദേഹം അന്ന് ആശുപത്രിയിൽ പോയി. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാവോ, നാളുകൾ കഴിഞ്ഞു. ഇദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ മേൽ, ഇദ്ദേഹം ദൈവവുമായി നടത്തിയ ഉടമ്പടിയുടെ മേൽ, ദൈവം ഇദ്ദേഹത്തിന് കൊടുത്ത വലിയ ഒരു പ്രോമിസിൻ്റെ മേൽ ഇന്ന് മുഴുവൻ സൗഖ്യവും ലഭിച്ചുകൊണ്ട് അദ്ദേഹം ഇന്ന് അമേരിക്കയിൽ അനുഗ്രഹീതമായി ഷാലോം മിനിസ്ട്രിയിൽ തന്നെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. ഒരു കരമുയർത്തുന്നു പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഇന്ന് ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന ഒരു പിടി ക്യാൻസർ രോഗികൾ ഉണ്ടായിരിക്കാം. ഇന്ത്യയിൽ തന്നെ, പ്രത്യേകിച്ചും കേരളത്തിൽ 3 വീട്ടിൽ ഒരാൾ ക്യാൻസർ രോഗിയാണെന്നാണ് കണക്ക്. ഒരുപാട് ക്യാൻസർ രോഗികൾ പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടാണ് ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നുവെങ്കിൽ, നിങ്ങൾ ക്യാൻസറുള്ള ശരീരഭാഗങ്ങളിൽ നിങ്ങളുടെ വലതുകരം വിശ്വാസപൂർവം വെച്ചുകൊണ്ട് ഈ അനുഗ്രഹീതമായ മണിക്കൂറിൽ പ്രാർത്ഥിക്കണം. ഈ ശരീരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ആലയത്തിൽ ക്യാൻസറിൻ്റെ കരുണയില്ലാത്ത അണുക്കൾക്ക് അവസരമില്ല. ഇത് കർത്താവിൻ്റെ ആലയമായതുകൊണ്ട് ഈ ആലയം കർത്താവ് പുതുക്കി പണിയുക തന്നെ ചെയ്യും. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടോ? നിങ്ങൾ ഒരു പരാജയമാകില്ല. നിങ്ങളെ കിടക്കുന്ന കിടപ്പറയിൽ നിന്ന് കർത്താവ് പിടിച്ചെഴുന്നേൽപ്പിക്കും. ഒരു കരമുയർത്തുന്നു പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, മരിച്ചവരെ പോലും ഉയർപ്പിച്ച നമ്മുടെ കർത്താവ് നമ്മുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ള സത്യം വിശ്വാസ സമൂഹത്തിൽ ഒരുപാട് പേർ മറന്നു കളയുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി. നിങ്ങൾക്കറിയാമല്ലോ, ഇന്നേ വരെ ചരിത്രത്തിൽ ഒരാളുടെയും കുഴിമാടത്തിന് കാവൽ നിർത്തിയിട്ടില്ല. ആരും സ്വന്തം പിതാവിൻ്റെ കുഴിമാടത്തിന് പോലും അടക്കം കഴിഞ്ഞാൽ കാവൽ നിൽക്കാറില്ല. സകലരും സിമിത്തേരി വിട്ട് പോകും. എന്നാൽ ഒരു സിമിത്തേരിക്ക് മാത്രം കാവൽ നിന്നു, ഒരു ശവക്കല്ലറയ്ക്ക് മാത്രം കാവൽ നിന്നു. അത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കല്ലറയ്ക്ക് മുമ്പിലാണ്. കാരണം അടക്കിയവർക്ക് പോലും സംശയമുണ്ടായിരുന്നു, ഒരു പക്ഷേ ഇവൻ ഉയർത്തെഴുന്നേൽക്കാൻ ഇടയുണ്ട് എന്ന്. കുഴിമാടത്തെ തകർത്ത് പുറത്തേക്ക് വന്ന ക്രിസ്തു നമ്മുടെ സമീപത്തുണ്ടെങ്കിൽ, മരണത്തെ പോലും പരാജയപ്പെടുത്തിക്കൊണ്ട് വിജയത്തോടെ മുന്നോട്ട് വന്ന ക്രിസ്തു നമ്മുടെ സമീപത്തുണ്ട് എങ്കിൽ, ഞാനും നിങ്ങളും പരാജയപ്പെടുവാൻ വിധിക്കപ്പെട്ടവരല്ല, പരാജയപ്പെടുവാൻ വിളിക്കപ്പെട്ടവരല്ല. പ്രത്യക്ഷത്തിൽ കാണുന്ന മുഴുവൻ പരാജയങ്ങളെയും നമ്മുടെ കർത്താവ് വിജയമാക്കി മാറ്റുമെന്ന് ഉറച്ചു വിശ്വസിക്കാൻ മാതാപിതാക്കളെ, സഹോദരങ്ങളെ നമുക്ക് പറ്റണം. ഞാൻ ഓർക്കുന്നു, ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്കയിൽ ഒരു ഷാലോം ഫെസ്റ്റിവൽ നടക്കുകയാണ്. നടക്കുന്നത് അറ്റ്ലാന്റ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചാണ്. അറ്റ്ലാന്റയിലെ ഒരു ബിഷപ്പ് വന്ന്, ഒരു ഓക്സിലറി ബിഷപ്പാണ് സഹായമെത്രാൻ വന്നാണ് ആ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടന മീറ്റിങ്ങിൻ്റെ സമയത്ത് അദ്ദേഹം അവരോടായിട്ട് ഇങ്ങനെ പറഞ്ഞു: സഹോദരങ്ങളെ, ഞാൻ എൻ്റെ ജീവിതത്തിൽ മുഴുവൻ ഒട്ടേറെ പ്രാവശ്യം പരാജയപ്പെട്ടു പോയിരിക്കുന്ന വ്യക്തിയാണ്. അദ്ദേഹം തൻ്റെ പരാജയം ഏതായിരുന്നു എന്ന് വ്യാഖ്യാനിച്ചു. അദ്ദേഹം വ്യാഖ്യാനിച്ചത് എങ്ങനെയാണ്: ഞാൻ ഇത് പറയുന്നതിന് മുമ്പ് എൻ്റെ തൊപ്പിയും എൻ്റെ വടിയും മാറ്റിവെക്കാമെന്ന് പറഞ്ഞ് തൊപ്പി ഊരിയും വെച്ചു, വടി എടുത്തും വെച്ചു. എന്നിട്ട് അദ്ദേഹം പറയാൻ തുടങ്ങി, എൻ്റെ വീട്ടിൽ ഞങ്ങൾ 2 മക്കളാണുള്ളത്. 2 മക്കൾ 2 പേരും ഒരേ സ്കൂളിലാണ് പഠിക്കുന്നത്. പപ്പയും മമ്മിയും ജോലി ചെയ്യുന്നു.
അങ്ങനെ ഇരിക്കെ പരീക്ഷയുടെ റിസൾട്ട് വന്നു. പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ പെങ്ങൾക്ക് ഉയർന്ന മാർക്ക് കിട്ടി. ഞാനാകട്ടെ 3 വിഷയങ്ങൾക്ക് തോറ്റുപോയി. 3 വിഷയങ്ങൾക്ക് തോറ്റുപോയത് കൊണ്ട് ഞാൻ കരുതി പപ്പായും മമ്മിയും കൂടി എന്നെ ഒരു പാകമാക്കുമെന്ന്. പക്ഷേ എൻ്റെ ചിന്തയ്ക്ക് വിരുദ്ധമായി പപ്പായും മമ്മിയും കൂടി പദ്ധതികൾ ഉണ്ടാക്കിയിട്ട് അവർ പറഞ്ഞു, നിങ്ങൾ 2 പേരും മക്കളെ ഇരുന്ന് TV കണ്ടോ, ഞങ്ങൾ പോയി നിങ്ങൾക്ക് 2 പേർക്കും നല്ലൊരു സമ്മാനം വാങ്ങിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ മക്കളെ 2 പേരെയും ഇരുത്തിക്കൊണ്ട് പപ്പായും മമ്മിയും ഷോപ്പിങ്ങിന് വേണ്ടി പോയി. കടയിൽ പോയി മടങ്ങി വരുന്നു. ആദ്യത്തെ സമ്മാനം മകൾക്ക് കൊടുക്കുന്നു. അത് ഒരു ചെറിയ പാക്കറ്റാണ് കൊടുക്കുന്നത്. ഇത് കഴിഞ്ഞപ്പോൾ അടുത്ത സമ്മാനം കൊടുക്കുന്നത് മകനാണ്. അപ്പം മകൻ കരുതി നല്ല വിജയം മേടിച്ച മാർക്ക് മേടിച്ച ചേച്ചിക്ക് വളരെ ഉയർന്ന സമ്മാനം കൊടുക്കുന്നു, എനിക്ക് എന്തെങ്കിലും ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആയിരിക്കും എന്ന് കരുതി. ഗിഫ്റ്റ് പോലും പ്രതീക്ഷിക്കാൻ വകയില്ലല്ലോ, കാരണം പരീക്ഷയ്ക്ക് തോറ്റിരിക്കുകയല്ലേ. പക്ഷെ നോക്കിയപ്പോൾ കാണുന്നത് എടുത്താ പൊങ്ങാത്തൊരു സാധനമാണ്, എടുത്താ പൊങ്ങാത്തൊരു പാക്കറ്റ്. 2 പേരും കൂടി പപ്പയും മമ്മിയും കൂടി പൊക്കി പിടിച്ച് കൊണ്ടുവരികയാണ്. എന്നിട്ട് പറഞ്ഞു, മോനെ ഇത് പബ്ലിക്കായിട്ട് തരാൻ പറ്റില്ല, മോൻ്റെ പഠനമുറിയിലേക്ക് വരാൻ പറഞ്ഞു. അങ്ങനെ അവനെ കൊണ്ട് പഠനമുറിയിലേക്ക് കൊണ്ടുപോയി. പഠനമുറി കൊണ്ടുപോയി പറഞ്ഞു, മോൻ തന്നെ അത് തുറന്നോളാൻ പറഞ്ഞു. അവനത് തുറന്നു. അവൻ തുറന്ന് പാക്കറ്റുകൾ ഒന്നിന് പുറകെ ഒന്നായിട്ട് തുറന്നു കഴിഞ്ഞപ്പോൾ അവസാനം കാണുന്നത് ഒരു കഴുതയുടെ രൂപമാണ്. ഒരു കഴുതയുടെ മാർബിള് പോലുള്ള ഒന്നുകൊണ്ട് ഉണ്ടാക്കിയ ഒരു രൂപമാണ്. എന്നിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞു, മോൻ ആ കുരിശിലെ കർത്താവിനെ താഴെ ഇറക്കി വെച്ചേര്, കാരണം നീ ഇപ്പം മേടിക്കുന്ന മാർക്ക് കർത്താവിന് പോലും നാണക്കേടാണ്. ഇനി കർത്താവിനോട് നീ നോക്കിയിട്ട് കാര്യമില്ല, പക്ഷേ നിനക്ക് സാമ്യമുള്ള ഒരാളെയാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അതാരാണ്? കഴുത. കഴുതയുടെ ഫോട്ടോ അല്ല, ആ രൂപം കയറ്റി മുകളിൽ വെക്കുക. പഠിക്കുന്ന നേരത്തെ മോൻ അത് നോക്കുക. ക്രൂശിത രൂപം നോക്കുന്നതിനേക്കാൾ ഉപരി ഈ രൂപത്തിൽ നോക്കുക, കാരണം നിങ്ങൾ തമ്മിൽ വലിയ സാമ്യമുണ്ട്. സഹോദരങ്ങളെ, ഇത്രയും പറഞ്ഞതിന് ശേഷം ഈ പിതാവ് പറയുകയാണ്, ഞാൻ ആ കാലയളവിൽ മുഴുവൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാനൊരു പരാജയമാണ്, ഐ എം എ ഫെയിലിയർ. എല്ലാ അർത്ഥത്തിലും ഞാനൊരു ഫെയിലിയറാണ്. പഠനത്തിൽ നേരെ ചൊവ്വിന് വരുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, ക്ലാസ് മുറിയിൽ ഷൈൻ ചെയ്യാൻ പറ്റുന്നില്ല, മത്സരങ്ങളിൽ പങ്കെടുത്താൽ ഒന്നും കിട്ടുന്നില്ല, എല്ലായിടത്തും പരാജയമാണ്. ആവശ്യത്തിനും അതിലധികവും രോഗങ്ങളുമുണ്ട്. പെൺകുട്ടിക്കാകട്ടെ പെങ്ങൾക്കാകട്ടെ യാതൊരു അസുഖവുമില്ല, നല്ല മാർക്ക് മേടിക്കുന്നു, എവിടെ പോയാലും അവൾ ഉണ്ട് സ്റ്റേജിൽ. ഞാനാണെങ്കിൽ കർട്ടൻ വലിക്കാൻ പോലും എന്നെ നേരെ ചൊവ്വിനിരുത്തില്ല, കാരണം ഞാൻ വിചാരിക്കാത്ത നേരത്തായിരിക്കും കർട്ടൻ ഇടുന്നത്. അതുകൊണ്ട് അതിന് പോലുമുള്ള ഗുണമില്ല. സഹോദരങ്ങൾ, ഇദ്ദേഹം പറയുന്നത് എങ്ങനെയാണ്? നാളുകൾ കഴിഞ്ഞപ്പോൾ ഞാൻ കർത്താവിൻ്റെ വചനം വായിക്കാൻ തുടങ്ങി. കർത്താവിൻ്റെ വചനം വായിച്ച് അദ്ദേഹം പരീക്ഷയിൽ തോറ്റ് പിറ്റേ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് എഴുതുന്നതിന് മുമ്പാണ് ബൈബിൾ കാര്യമായിട്ട് വായിക്കാൻ തുടങ്ങുന്നത്. വായിക്കാൻ തുടങ്ങിയപ്പോൾ ഈ ബിഷപ്പ് പറയുന്നത് എങ്ങനെയാണ്? എന്തെന്നില്ലാത്ത വിധത്തിൽ പ്രതീക്ഷ കർത്താവ് എൻ്റെ ഉള്ളിൽ കൊണ്ടുവന്ന് തന്നു. പ്രതീക്ഷയിൽ ഏറ്റവും മനോഹരമായി ആവർത്തിച്ച് എന്നോട് കർത്താവ് പറയുന്നതായി എനിക്ക് അനുഭവപ്പെട്ടത്, നീ വിജയിക്കാൻ വേണ്ടിയിട്ട് ജനിച്ചവനാണ്. കർത്താവ് പറയുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി, നീ നിന്റെ ജീവിതത്തിൽ പരാജയം സമ്മതിക്കും വരെയും നീ ഒരിക്കലും പരാജയപ്പെടുകയില്ല. നീ ഒരു പരാജയമാണെന്ന് നീ സമ്മതിക്കും വരെയും നീ ഒരിക്കലും പരാജയപ്പെടുകയില്ല. ഈ വാക്കുകൾ എന്തെന്നില്ലാത്ത വിധത്തിൽ ഇദ്ദേഹത്തെ സ്വാധീനിച്ചു. ഇദ്ദേഹം പഠിക്കാൻ തുടങ്ങി, നല്ല ഉയർന്ന മാർക്ക് വാങ്ങി, അദ്ദേഹം സെമിനാരിൽ ചേർന്നു. ഇത്രയും പറഞ്ഞതിന് ശേഷം ആ പിതാവ് പോയി മാറ്റിവെച്ച തൊപ്പി തലയിൽ വെച്ചു. എന്നിട്ട് പറഞ്ഞു, കണ്ടോ, അന്ന് കഴുതയ്ക്ക് 2 ചെവിയാണ് ഉണ്ടായിരുന്നത്, ഇന്ന് എൻ്റെ തൊപ്പിയുടെ കീഴിൽ 2 ലാറ്റിൻ സഭയിലേതാണ്, അവിടെ 2 വാല് പോലുള്ള സാധനമുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഇങ്ങനെ ആട്ടി. ഒന്ന് ചേർന്ന് പറഞ്ഞ് എല്ലാവരും ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, പ്രത്യേകിച്ചും വിദ്യാർത്ഥികളായിട്ടുള്ളവരെ, ഒരു പക്ഷേ പല പ്രാവശ്യം എഴുതി തോറ്റുപോയൊരു വ്യക്തിയായിരിക്കാം നീ. ഒരു വിധത്തിലും മുന്നോട്ട് പോകാൻ ഇപ്പോൾ പറ്റുന്നില്ല എന്ന് കരുതുന്ന വ്യക്തിയായിരിക്കാം. മംഗലാപുരത്തോ ബാംഗ്ലൂർ തുടങ്ങിയുള്ള സ്ഥലങ്ങളിൽ നേഴ്സിംഗ് പഠിച്ച് 1-2 കോഴ്സുകൾക്ക് പല പ്രാവശ്യം തോറ്റതുകൊണ്ട് കേരളത്തിൽ ആയിരിക്കുന്ന പപ്പയെയും മമ്മിയെയും എങ്ങനെ അറിയിക്കുമെന്നോർത്തുകൊണ്ട്
ആവലാതിപ്പെടുന്ന ഒരു മകനോ മകളോ ആയിരിക്കാം ഈ ദിവസം കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നത്. ഈ ദിവസം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മകനെ മകളെ നീ പറയണം, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്, ഞാൻ ദൈവത്തിന് പ്രിയപ്പെട്ടതാണ്, ഞാൻ തോൽക്കാൻ വിധിക്കപ്പെട്ടവനല്ല, ഞാൻ തോൽക്കാൻ വിധിക്കപ്പെട്ടവളുമല്ല, ഞാൻ വിജയം കരസ്ഥമാക്കുക തന്നെ ചെയ്യും. കാരണം എൻ്റെ ദൈവം വിജയാളിയാണ്, എൻ്റെ ദൈവം വിജയം നൽകുന്ന യോദ്ധാവാണ്, എൻ്റെ ദൈവം പരാജയങ്ങളെ വിജയങ്ങളാക്കി പകർത്തുന്നവനാണ്, എൻ്റെ ദൈവം കുഴിമാടത്തെ തകർത്ത് പുറത്തു വന്നവനാണ്, എൻ്റെ ദൈവം എന്നെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൈവമാണ്. ഒരു കരമുയർത്തുന്നു പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർക്കെങ്കിലും അവരുടെ ജീവിതത്തിൽ വല്ലാത്ത പരാജയം അനുഭവപ്പെടുന്നത് വിവാഹം മക്കൾക്ക് നടത്തിയതിന് ശേഷം നടത്തിയ വിവാഹം ശരിയായില്ലെന്നുള്ള തോന്നലാണ്. അതിന് ചിലർ കണ്ടെത്തുന്ന വ്യാഖ്യാനങ്ങൾ ഒരു പക്ഷേ അവർ കഴിഞ്ഞകാല ജീവിതത്തിൽ ചെയ്ത പാപങ്ങളാണെന്നും ശാപങ്ങളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ്. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കഴിഞ്ഞ കാലത്തിലെ പാപങ്ങളും ശാപങ്ങളും പറഞ്ഞ് വിശ്വാസികളെ നശിപ്പിക്കാനും പരാജയമാക്കാനും തക്ക വിധത്തിൽ അത്രയും ക്രൂരമായ മനസ്സുള്ള ദൈവമല്ല നമ്മുടെ ദൈവം. നമ്മൾ വിവാഹത്തിൽ പരാജയപ്പെട്ടതാണെങ്കിൽ ഒരുപക്ഷെ ഡിവോഴ്സിന് നോട്ടീസ് മക്കൾക്ക് കൊടുത്തതുകൊണ്ട് അതിനെ ഓർത്ത് ഹൃദയവേദന അനുഭവിക്കുന്ന ഒരു പിതാവോ മാതാവോ ആയിരിക്കാം നീ. അന്യമതജാതിക്കാരുമായി വിവാഹ ബന്ധത്തിൽ മക്കൾ ഏർപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഇത്രയും കാലം ഞാൻ ദേവാലയത്തിൽ പോയിട്ടും ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റിയിട്ടും ദൈവ ശുശ്രൂഷകളെ വഴി നടത്തിയിട്ടും ധ്യാന കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ പറഞ്ഞു വിട്ടിട്ടും എൻ്റെ കുടുംബത്തിൽ ഒരു ദുശകുനം പോലെ ഇത്തരം സംഭവങ്ങൾ വന്നല്ലോ എന്നോർത്തുകൊണ്ട് വേവലാതിപ്പെടുന്ന ഒരു മകനോ മകളോ ആണോ ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നത്? സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ച കാര്യവുമായി ബന്ധപ്പെട്ട് ദൈവത്തിന് ഭാവിയിൽ ഒന്ന് ചെയ്യാനുണ്ട്. അതുകൊണ്ട് നമ്മൾ തകരാൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ വ്യാകുലപ്പെടാൻ പാടില്ല, അതുകൊണ്ട് നമ്മൾ നിരാശയിലേക്ക് കൂപ്പുകുത്താൻ പാടില്ല. ദൈവപിതാവിന്, സ്വർഗത്തിലെ നമ്മുടെ അപ്പച്ചന് ഇതുമായി ബന്ധപ്പെട്ട് ചില പദ്ധതികൾ ഉണ്ട് എന്ന് ഉറച്ച് വിശ്വസിക്കാൻ നമുക്ക് കഴിയണം. സക്കറിയായുടെയും എലിസബത്തിൻ്റെയും കഥ ബൈബിളിൽ പറയുന്നത് ഓർക്കുക. സക്കറിയ നിരന്തരം ദൈവത്തിന് ശുശ്രൂഷ ചെയ്തവനായിരുന്നു. അവൻ പുരോഹിതനായിരുന്നു. ദൈവത്തിൻ്റെ ശ്രീകോവിലിൽ കയറി ഇതാ എല്ലാ ദിവസവും ധൂപാർപ്പണം നടത്തുന്നവനായിരുന്നു. പക്ഷേ വല്ലാത്ത ഒരവസ്ഥ കുടുംബത്തിലുണ്ടായി. അതെന്താണ്? മറ്റൊന്നുമല്ല, കുഞ്ഞുങ്ങളില്ല. ചിലർ പറയാൻ തുടങ്ങി, ഒന്നുകിൽ സക്കറിയ ദൈവത്തിൻ്റെ മുമ്പിൽ എന്തോ ഒരു പാപം ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എലിസബത്ത് പാപം ചെയ്യുന്നുണ്ട്, അല്ലാതെ ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. അവർ പരസ്പരം പറയാൻ തുടങ്ങി. നാട്ടുകാർ മുഴുവൻ പറയാൻ തുടങ്ങി. ഇതുവരുടെ കാതുകളിൽ മന്ത്രിക്കാൻ തുടങ്ങി. വിശ്വാസത്തിൽ പോലും കുറവ് വരത്തക്ക വിധത്തിൽ ഒട്ടേറെ മനുഷ്യർ പറയുന്ന പാഴ്വചനങ്ങൾ ഇവർ കേൾക്കാൻ തുടങ്ങി. മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നാളുകൾക്ക് ശേഷം ക്രിസ്തുവിന് വരവൊരുക്കാൻ, വഴിയൊരുക്കാൻ കടന്നു വന്ന യോഹന്നാൻ പിറന്നത് ശാപഗ്രസ്തമെന്ന് വിധിക്കപ്പെട്ട സക്കറിയായുടെയും എലിസബത്തിൻ്റെയും കുടുംബത്തിലായിരുന്നുവെന്നുള്ള കാര്യം നമ്മൾ ആരും മറന്നു കളയരുത്. ഒരുപക്ഷെ നാളുകൾ പ്രാർത്ഥിച്ചിട്ടും നാളുകൾ കാത്തിരുന്നിട്ടും ദൈവ ശുശ്രൂഷയിൽ ഞാൻ വ്യാപിച്ചിട്ടും ഒരുപാട് നേർച്ച കാഴ്ചകൾ അർപ്പിച്ചിട്ടും ഒരുപാട് ദൈവ ശുശ്രൂഷകരെ വളർത്തിയിട്ടും ഒരുപാട് പ്രാവശ്യം ദശാംശങ്ങൾ പങ്കുവച്ചിട്ടും എൻ്റെ കുടുംബത്തിൽ എന്തുകൊണ്ട് ഇത് ആവർത്തിക്കുന്നുവെന്ന് ചിന്തിക്കുന്ന ഒരു ദൈവത്തിൻ്റെ മകനോ മകളോ ആണോ നീ? ചിലർ ഇങ്ങനെ ചിന്തിക്കും, ധ്യാനത്തിന് പോകുന്നതാണ് കുഴപ്പം, പ്രാർത്ഥിക്കുന്നതാണ് കുഴപ്പം, പ്രാർത്ഥിക്കാൻ പോയില്ലെങ്കിൽ ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നവരുണ്ട്. സഹോദരങ്ങളെ, ദൈവത്തിന് ഈ ഇപ്പോൾ കാണുന്ന തകർച്ചകളുമായി ബന്ധപ്പെട്ട് ചിലത് നമ്മളുടെ വീട്ടിൽ ചെയ്യാനുണ്ട്, നമ്മുടെ കുടുംബത്തിൽ ചെയ്യാനുണ്ട്. ഏകപ്പെട്ട മകൻ ആക്സിഡന്റിൽ മരിച്ചതുകൊണ്ട് ഏറെ വേദനിക്കുന്ന ഒരു വ്യക്തി ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നുണ്ടാകാം. സഹോദര സഹോദരി, നീ ഇന്ന് ഈ ദൈവത്തിൻ്റെ വചന ശുശ്രൂഷയിൽ പങ്കുപറ്റുമ്പോൾ തിരിച്ചറിയണം, ആക്സിഡന്റിൽപ്പെട്ട് ഏകപ്പെട്ട നിന്റെ മകൻ മരിക്കുന്നുണ്ടെങ്കിലും കർത്താവിന് അതുമായി ബന്ധപ്പെട്ട് നിന്റെ കുടുംബത്തിൽ ഒന്ന് ചെയ്യാനുണ്ട്. ഒന്ന് കാണാതെ നമ്മുടെ ജീവിതത്തിൽ ഒരു പരാജയവും നമ്മുടെ സ്വർഗത്തിലെ അപ്പച്ചൻ അനുവദിക്കുകയില്ല. ഒരു കരമുയർച്ചെന്ന് പറഞ്ഞേ ഹല്ലേലൂയ,
ഹല്ലേലൂയ. മനുഷ്യർ പരാജയങ്ങളാണെന്ന് മുദ്ര ചെയ്തിരിക്കുന്ന പലതിനെയും അനുഗ്രഹമാക്കി പകർത്താൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളിലേക്ക് കടന്നു വരും. അതുകൊണ്ട് ഇന്ന് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്ന സകലരും അവരോട് തന്നെയും മറ്റുള്ളവരോടും പറയണം, ഞാനൊരു പരാജയമല്ല. ജോഷുവായുടെ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ തിരുവചനം, ജോഷുവായ്ക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന വാഗ്ദാനം, നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ഒരാൾക്കും നിന്നെ പരാജയപ്പെടുത്തുവാൻ കഴിയുകയില്ല. നീ വിജയിക്കുക തന്നെ ചെയ്യും. നീ കർത്താവിനൊപ്പം യുദ്ധം ചെയ്യും. നീ ശക്തനും ധീരനുമാണെന്ന് തിരിച്ചറിയുക. കർത്താവ് നിന്റെ വലത്ത് ഭാഗത്തുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 14-ാം അധ്യായം 13-ാമത്തെ തിരുവചനം, ഈ യുദ്ധം കർത്താവിൻ്റെതാണ്. കർത്താവിൻ്റെ യുദ്ധമാണെങ്കിൽ ഈ യുദ്ധത്തിൽ കർത്താവും കർത്താവിൻ്റെ മക്കളും വിജയിക്കുക തന്നെ ചെയ്യും. സഹോദരങ്ങളെ, ഡിപ്രഷന് ഗുളികകൾ കഴിക്കുന്ന വ്യക്തികളായിരിക്കാം ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നത്. ജീവിത പങ്കാളിയോ മക്കളോ ഭാര്യയോ ഭർത്താവോ ഒക്കെ ഡിപ്രഷന് വർഷങ്ങളായി ഗുളിക കഴിക്കുന്നത് കൊണ്ട് ജീവിത പങ്കാളിക്ക് ഒരു നല്ല ജോലിക്ക് പോകാൻ പോലും കഴിയാതെ വേദനിക്കുന്ന വ്യക്തിയായിരിക്കാം. ഒരുപാട് നിരാശയിൽ തലതാഴ്ത്തി നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. വിദേശ നാട്ടിലേക്ക് ഞാൻ കുടിയേറാൻ തീരുമാനിച്ചത് ഒരബദ്ധമായോ എന്ന് ചിന്തിക്കുന്ന കുടുംബങ്ങൾ ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നുണ്ട്. ഏകാന്തതയുടെ തടവറയിൽ കഴിയുന്നവർ ഈ ദൈവ ശുശ്രൂഷയിൽ പങ്കുപറ്റുന്നുണ്ട്. സഹോദര സഹോദരി, മനുഷ്യൻ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ഒന്നാമനാണ്. അവനെ സൃഷ്ടിച്ചവന് മാത്രമേ അവനെ തോൽപ്പിക്കാൻ കഴിയൂ. കണ്ണുകളടച്ച് കർത്താവിൻ്റെ മുമ്പിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ഒരൊറ്റ ദൈവവചനമാണ് ഈ സമയം നമ്മൾ ധ്യാനിക്കാൻ ശ്രമിച്ചത്. നമ്മൾ ആരും സഹോദരങ്ങളെ പരാജയങ്ങളല്ല. നമ്മെ പരാജിതമാക്കാനല്ല യേശു സ്വർഗത്തിലെ പിതാവ് നമുക്ക് ജന്മം തന്നത്. നമ്മൾ ഒരിക്കലും ആത്യന്തികമായി തകരുകയില്ല സഹോദരങ്ങളെ. തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുന്ന ഏതൊരു മകനും മകളും അറിയണം, ആത്യന്തികമായി നമ്മൾ തകരില്ല. നമ്മൾ തകരാൻ ദൈവം അനുവദിക്കില്ല. കുശവന് അവനുണ്ടാക്കിയ പാത്രം തകരുന്നത് ചിന്തിക്കുക പോലും സാധ്യമല്ല. അവൻ ഹ്രസ്വകാലത്തേക്ക് അതിനെ തകർക്കുന്നുണ്ടെങ്കിൽ പുതുതായി പുതുക്കി പണിയാനാണ് താനും. കർത്താവെ, തകർന്ന ജീവിതങ്ങളെ നീ ഏറ്റെടുക്കണമേ. വേദനിക്കുന്ന ഹൃദയങ്ങളെ നീ ഏറ്റെടുക്കണമേ. നിന്റെ സാന്നിധ്യ ശക്തിയാൽ ഞങ്ങളുടെ ജീവിതങ്ങളെ നീ വീണ്ടെടുക്കണമേ. നിരാശയിൽ തല താഴ്ത്തി നിൽക്കുന്ന ജീവിതങ്ങളെ നീ വീണ്ടെടുക്കണമേ. ഞാനൊരു പരാജയമല്ല എന്ന് ഓരോരുത്തരും അവരവരോട് തന്നെ പറയുവാൻ തക്ക വിധത്തിൽ എല്ലാവരുടെയും ഹൃദയങ്ങളെ നീ രൂപാന്തരപ്പെടുത്തണമേ. തകർച്ചയുടെ വക്കിലെത്തിയിരിക്കുന്നവരോട് നീ പറയണമേ, അവരൊരു പരാജയമല്ല എന്ന്, അവർ വിജയമാണ് എന്ന് പറയണമേ. അവർ ശക്തരാണെന്ന് പറയണമേ. അവർ യോദ്ധാക്കളാണെന്ന് പറയണമേ. അവർ നിന്റെ ജീവനിലേക്ക് പ്രവേശിക്കും എന്ന് കർത്താവെ നീ പറയണമേ.